ഡിസ്റ്റൻസ് ഫ്രം എ ലൈൻ ടു എ ലൈൻ. സോ ഒരു ലൈനിൽ നിന്ന് മറ്റൊരു ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. കൺസിഡർ ടു നോൺ പാരലൽ ലൈൻസ് ഇൻ ദ ഡയറക്ഷൻസ് എ ആൻഡ് ബി ആസ് ഷോൺ ഇൻ ദ ഫിഗർ. സോ നമ്മൾ രണ്ട് നോൺ പാരലൽ ലൈൻസ് ആണ് ഇവിടെ. അതിൻ്റെ രണ്ട് ലൈൻസിൻ്റെ ഡയറക്ഷൻ, ഈ ലൈനിൻ്റെ ഡയറക്ഷൻ എ, നെക്സ്റ്റ് ലൈനിൻ്റെ ഡയറക്ഷൻ ബി തന്നിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ എ ക്രോസ് ബി, സിൻസ് എ ക്രോസ് ബി ഈസ് ബൈ ഡെഫിനിഷൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. നമുക്കറിയാം എ ക്രോസ് ബി എന്ന് പറയുന്ന വെക്ടർ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഈ ലൈനിൻ്റെ ഡയറക്ഷൻസ് ആണ് എയും ബിയും, രണ്ട് ലൈൻ്റെയും. ഒരു ലൈൻ്റെ ഡയറക്ഷൻ എ, മറ്റേ ലൈൻ്റെ ഡയറക്ഷൻ ബി. അങ്ങനെ ആണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്രോസ് ബി പഠിച്ചപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചായിരുന്നു. എ ക്രോസ് ബി ഈസ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. അതാണ് ഇവിടെ പറയുന്നത്. സിൻസ് എ ക്രോസ് ബി ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി, ദ യൂണിറ്റ് നോർമൽ വെക്ടർ ടു ബോത്ത് ദീസ് ലൈൻസ്. ഈ രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈനാണ് എ ക്രോസ് ബി. അങ്ങനെ ആണെങ്കിൽ നോർമൽ വെക്ടറാണ് എ ക്രോസ് ബി. പെർപെൻഡിക്കുലർ വെക്ടർ മീൻസ് എന്താണ്? നോർമൽ വെക്ടറാണ്. ഇനി കറസ്പോണ്ടിങ് ഈ രണ്ട് ലൈൻസിൻ്റെയും യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ക്രോസ് ബിയെ അതിൻ്റെ മോഡൽസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. സോ ആ വെക്ടറിനെ, യൂണിറ്റ് നോർമൽ വെക്ടർ ടു ബോത്ത് ദീസ് ലൈൻസിനെ ഞാൻ എൻ ക്യാപ്പ് എന്ന് കൊടുത്ത് ആ വെക്ടർ എന്തായിരിക്കും? എ ക്രോസ് ബി ബൈ മോഡ് എ ക്രോസ് ബി ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഈ രണ്ട് ലൈൻസിലുള്ള ഓരോ പോയിൻറ്റ്സ് ഞാൻ എടുക്കുകയാണ്. പി, ഈ ലൈനിലെ പോയിൻറ്റ് പിയും നെക്സ്റ്റ് ലൈനിലെ പോയിൻറ്റ് ക്യൂ ആയിട്ടും എടുക്കുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻ വെക്ടേഴ്സാണ് സ്മോൾ പിയും സ്മോൾ ക്യൂവും. അതാണ് ഒറിജിനിലേക്ക് വരച്ചിരിക്കുന്നത്. പൊസിഷൻ വെക്ടേഴ്സ് എന്താണ്? ഒറിജിനിൽ നിന്നുള്ള വെക്ടേഴ്സാണ്. സോ പിയുടെ പൊസിഷൻ വെക്ടർ സ്മോൾ പി, ക്യൂവിൻ്റെ പൊസിഷൻ വെക്ടർ സ്മോൾ ക്യൂ. അതാണ് നെക്സ്റ്റ് പറയുന്നത്. ഇഫ് പി ആൻഡ് ക്യൂ ആർ ദ പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് എനി ടു പോയിൻറ്റ്സ് പി ആൻഡ് ക്യൂ ഓൺ ഡിഫറെൻറ്റ് ലൈൻസ്, ദെൻ ദ വെക്ടർ കണക്റ്റിംഗ് ദം ഈസ് പി മൈനസ് ക്യൂ. അങ്ങനെയാണെങ്കിൽ പി എം ക്യൂവിനെ കണക്ട് ചെയ്യുന്ന വെക്ടർ എന്താണ്? പി മൈനസ് ക്യൂ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ രണ്ട് ലൈൻസും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് ആണ്. ദസ് ദ മിനിമം ഡിസ്റ്റൻസ് ഡി ബിറ്റ്വീൻ ദീസ് ലൈൻസ് ഈസ് ദിസ് വെക്ടേഴ്സ് കമ്പണൻറ്റ് അലോങ് ദ യൂണിറ്റ് നോർമൽ വെക്ടർ. ഇനി ഈ രണ്ട് വെക്ടേഴ്സും ഈ രണ്ട് ലൈൻസും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വെക്ടറിൻ്റെ എന്താണ്? കമ്പണൻ്റ് അലോങ് യൂണിറ്റ് നോർമലാണ്. പി മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ പിന്നെയും ക്യൂവിനെയും കണക്ട് ചെയ്യുന്ന വെക്ടർ. ഈ വെക്ടറിൻ്റെ കമ്പണൻ്റ് അലോങ് ദിസ് യൂണിറ്റ് നോർമൽ, ഈ യൂണിറ്റ് നോർമലിന് അലോങ്, ഈ യൂണിറ്റ് നോർമലിൻ്റെ പാത്തിൽ കൂടെയുള്ള കമ്പണൻ്റ് ആണ്, അതായത് പെർപെൻഡിക്കുലർ കമ്പണൻ്റ്. അതാണ് എന്ത്? ഈ രണ്ട് വെക്ടേഴ്സും തമ്മിലുള്ള, ഈ രണ്ട് ലൈൻസും തമ്മിലുള്ള മിനിമം ഡിസ്റ്റൻസ്. സോ ആ ഡിസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഫോമിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പി മൈനസ് ക്യൂ ഡോട്ട് എൻ ക്യാപ്പ്. സോ ഇവിടെ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ ഫോമുലയിൽ നോക്കുക, പിയും ക്യൂവും എന്താണ്? രണ്ട് ലൈനിലെയും ഓരോ പോയിൻറ്റ്സ് ആണ് പിയും ക്യൂവും. എൻ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് നോർമൽ വെക്ടർ എലോങ് ബോത്ത് ദ ലൈൻസ്, രണ്ട് ലൈൻസിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് നോർമൽ വെക്ടർ. ആ എൻ ക്യാപ്പ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ലൈൻ്റെയും ഡയറക്ഷൻ അറിയാമെങ്കിൽ നമുക്കിത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റൂ. സോ ഈ രണ്ട് ലൈൻ്റെ ഡയറക്ഷൻ എയും ബിയും ആണ് എന്ന് കൊടുത്താൽ എൻ ക്യാപ്പ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? എ ക്രോസ് ബി ബൈ മോഡ് എ ക്രോസ് ബി. വേറെ എയും ബിയും എന്താണ്? രണ്ട് ലൈൻ്റെയും ഡയറക്ഷൻസ് ആണ്. ഓക്കെ, സോ നമുക്കിവിടെ എന്തൊക്കെ വേണം? അങ്ങനെ ആണെങ്കിൽ ഈ രണ്ട് ലൈൻസും പാസ് ചെയ്യുന്ന ഓരോ പോയിൻറ്റ്സും വേണം, ആ രണ്ട് ലൈൻസിൻ്റെ ഡയറക്ഷനും വേണം. ഡയറക്ഷൻ വെച്ചിട്ടല്ലേ എൻ ക്യാപ്പ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അത്രയും അറിയാമെങ്കിൽ മിനിമം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഒരു പ്രോബ്ലം നോക്കുക. എ ലൈൻ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ഈക്വൽ ആംഗിൾസ് ടു ദ എക്സ് വൈ ഇസഡ് ആക്സിസ് ആൻഡ് പാസസ് ത്രൂ ദ ഒറിജിൻ. അനദർ ലൈൻ പാസസ് ത്രൂ ദ പോയിൻറ്റ്സ് 1, 2, 4 ആൻഡ് 0, 0, 1. ഫൈൻഡ് ദ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ലൈൻസ്. സോ നമുക്കിവിടെ രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ലൈനിൻ്റെ കാര്യം എന്താണ് പറഞ്ഞത്? അത് എക്സും വൈയും ഇസഡ് ആക്സിസും ആയിട്ടും ഈക്വൽ ആംഗിൾസ് ആണ് ഉണ്ടാക്കുന്നത്. കൂടാതെ ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, അത് ഒറിജിനാണ്. ഇനി സെക്കൻഡ് ലൈൻ പാസ് ചെയ്യുന്ന രണ്ട് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, 1, 2, 4 0, 0, 1. അങ്ങനെ ആണെങ്കിൽ നമുക്ക് മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ് കണ്ടുപിടിക്കണം. സോ ഞാൻ ആദ്യം ഫസ്റ്റ് ലൈൻ ഡിറ്റർമിൻ ചെയ്യുകയാണ്. ഫസ്റ്റ് ലൈൻ്റെ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കുകയാണ്. നമുക്കറിയാം ഫസ്റ്റ് ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് ഒറിജിനാണ്. സോ ആ പോയിന്റ് എ ആയിട്ട് എടുക്കുന്നു. 0i + 0j + 0k. ഇനി എന്ത് വേണം? നമുക്ക് ഈ ഫോമുലയിൽ അപ്ലൈ ചെയ്യണമെങ്കിലും എൻ ക്യാപ്പ് കണ്ടുപിടിക്കണമെങ്കിലും ഈ ഫസ്റ്റ് ലൈനിൽ ഒരു പോയിന്റ് കിട്ടി. ഇനി ആ ലൈൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഈ ലൈൻ എക്സ് വൈ ഇസഡ് ആക്സിസ്, മൂന്ന് ആക്സിസുമായിട്ടും ഈക്വൽ ആംഗിൾസ് ആണ് ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ഈക്വൽ ആംഗിൾസ് ടു ദി എക്സ് വൈ ഇസഡ് ആക്സിസ്. ഹെൻസ് ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് പാരലൽ ടു ദ ലൈൻ ബി ഈസ് ഈക്വൽ ടു i + j + k. അതായത് ഒരു ലൈൻ എക്സും വൈയും ഇസഡ് ആക്സിസുമായിട്ട് ഈക്വൽ ആംഗിൾസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ലൈൻ്റെ ഡയറക്ഷൻ ഈ ബി എന്ന് പറയുന്ന വെക്ടറുമായിട്ട് പാരലായിരിക്കുന്നു. ഈ ബി എന്ന് പറയുന്ന വെക്ടറിൻ്റെ പ്രത്യേകത എന്താണ്? ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പണൻസ് 1 ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ആക്ച്വലി ഈ വെക്ടർ ബി ഇങ്ങനെ തന്നെ എടുക്കണം എന്നില്ല. വേണേൽ നമുക്ക് 2i + 2j + 2k എന്ന് എഴുതാം. 3i + 3j + 3k എന്ന് എടുക്കാം. ഇത്രയും ഉള്ളൂ. എക്സും വൈയും ഇസഡ് ആക്സിസുമായിട്ട് ഈക്വൽ ആംഗിൾസ് ഉണ്ടാക്കുന്ന ലൈൻ ഈ ബി എന്ന് പറയുന്നൊരു വെക്ടറായിട്ട് പാരലായിരിക്കും. ആ വെക്ടറിൻ്റെ പ്രോപ്പർട്ടി ഇത്രയേ ഉള്ളൂ, ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പണൻസ് ഈക്വൽ ആയിരിക്കണം.
സോ നമുക്ക് മൂന്നിൻ്റെയും കമ്പണൻസ് ഇപ്പം 5 ആയിട്ട് എടുക്കാം. 5i + 5j + 5k എന്ന് എടുക്കാം. എങ്ങനെ വേണേൽ എടുക്കാം. ഐയുടെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസ് കമ്പണൻസ് ഈക്വൽ ആയിരിക്കണം എന്നേ ഉള്ളൂ. സോ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ കമ്പണൻസ് 1 കൊടുത്തിട്ടുള്ള ഡയറക്ഷൻ എടുത്തിരിക്കുന്നേ ഉള്ളൂ. സോ ബി i + j + k. സോ അതിൻ്റെ ഡയറക്ഷനും കിട്ടി. സോ അങ്ങനെ ആണെങ്കിൽ ഈ ജസ്റ്റ് ഇക്വേഷൻ ഓഫ് എ നമുക്ക് വേണ്ട ലൈൻ പാസ് ചെയ്യുന്നൊരു പോയിൻറ്റും ഡയറക്ഷനും മതി. ജസ്റ്റ് ഞാൻ ഇക്വേഷൻ ഓഫ് എ ലൈനും കൂടെ എഴുതുന്നതേ ഉള്ളൂ. ഇക്വേഷൻ ഓഫ് എ ലൈൻ ആണെങ്കിൽ എങ്ങനെ എഴുതും? r = a + λb ആണ് ഫോമുല. ലൈൻ പാസ് ചെയ്യുന്ന പോയിൻ്റ് എ, ലൈൻ്റെ ഡയറക്ഷൻ ബി. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എ എന്ന് പറയുന്നത് 0i + 0j + 0k. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? λ × i + j + k എന്ന് തന്നെ കിട്ടും. ഇനി സെക്കൻഡ് ലൈൻ ഞാൻ എടുക്കുന്നു. സെക്കൻഡ് ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് പാസ് ചെയ്യുന്ന 2 പോയിൻറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. ആ പോയിൻറ്റ്സിനെ ഞാൻ എ എന്നും സി എന്നും കൊടുക്കുകയാണ്. ക്യാപിറ്റൽ എ ആയിട്ടും ക്യാപിറ്റൽ സി ആയിട്ടും കൊടുക്കുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻ വെക്ടേഴ്സ് സ്മോൾ എയും സ്മോൾ സിയും എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ, നമുക്ക് ആ ലൈനിലെ 2 പോയിൻറ്റ്സ് എയും സിയും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് എ ലൈൻ എങ്ങനെയായിരുന്നു? r = a + λ × c - a എന്ന് എഴുതും. നമ്മൾ ഫസ്റ്റ് ലൈൻ്റെ ഇക്വേഷനിൽ λ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് ലൈൻ്റെ ഇക്വേഷനിൽ λ മാറ്റി μ എന്ന് കൊടുത്തിരിക്കുന്നത്. സോ എങ്ങനെയാണ് ഈ ലൈൻ്റെ ഇക്വേഷൻ വരിക? r = a + μ × c - a. സോ സിയും എയും അറിയാം, c - എയും കൂടെ കണ്ടുപിടിക്കണം. എന്നിട്ട് r = a + μ × ഇവിടെ c - a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇതെന്ത് വരും? k + μ × i + 2j + 3k എന്ന് വരും. ഓക്കെ. സോ ഇനി നമുക്ക് എന്താണ് ഈ ലൈൻ്റെ ഈ 2 ലൈൻസും കൂടെ പാസ് ചെയ്യുന്ന യൂണിറ്റ് നോർമൽ വെക്ടർ കണ്ടുപിടിക്കണം. സോ അതിനെന്ത് വേണം? 2 ലൈൻസിൻ്റെ ഡയറക്ഷൻ അറിയണം. ഫസ്റ്റ് ലൈൻ്റെ ഡയറക്ഷൻ എന്താണ്? ബി ആണ്. സെക്കൻഡ് ലൈൻ്റെ ഡയറക്ഷൻ എന്താണ്? സെക്കൻഡ് ലൈൻ്റെ ഇക്വേഷൻ നോക്കുക. അതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? a + μ × c - a. സോ ഇങ്ങനെ എഴുതിയാൽ എന്താണ്? ഈ മ്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഡയറക്ഷൻ. ഇവിടെ λ × b, λ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത വെക്ടർ ബി അല്ലേ? സോ ബി ആണ് ഫസ്റ്റ് ലൈൻ്റെ ഡയറക്ഷൻ. സോ അതുപോലെ തന്നെ ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് മ്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് c - a ആണ്. സോ ഈ സെക്കൻഡ് ലൈൻ്റെ ഡയറക്ഷൻ എന്താണ്? c - a എന്ന് പറയുന്ന വെക്ടറാണ്. സോ അതാണ് ഇവിടെ പറഞ്ഞത്. സിൻസ് ദ ഫസ്റ്റ് ലൈൻ ഹാസ് ഡയറക്ഷൻ ബി ആൻഡ് ദ സെക്കൻഡ് ലൈൻ ഹാസ് ഡയറക്ഷൻ c - a വെക്ടർ നോർമൽ ടു ബോത്ത് ദീസ് ലൈൻസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. b × c - a. അതിനെ n എന്ന് വിളിക്കുന്നു. സോ ബിയും c - a, ഫസ്റ്റ് സെക്കൻഡ് റോ ആയിട്ട് ബിയുടെ കോഎഫിഷ്യൻസ്, തേർഡ് റോ ആയിട്ട് c - a എന്ന് പറയുന്ന വെക്ടർ. അതെന്താണ്? i + 2j + 3k. ഇവിടെ മ്യൂവിൻ്റെ കമ്പണൻറ്റ് c - a. സോ അതിൻ്റെ കോഎഫിഷ്യൻസ് കൊടുക്കുക. സോ n ഇവാലുവേറ്റ് ചെയ്യുക. ഇനി കറസ്പോണ്ടിങ് യൂണിറ്റ് നോർമൽ വെക്ടർ n ക്യാപ്പ് കണ്ടുപിടിക്കുക. n/mod n. ഇനി എന്താണ്? n ക്യാപ്പും കിട്ടി. ഇനി നമുക്കറിയാം ഫോമുല എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് d is p - q · n ക്യാപ്പ്. സോ പിയും ക്യൂവും 2 ലൈൻസിലെ ഓരോ പോയിൻറ്റ്സ് ആണ്. സോ ഫസ്റ്റ് ലൈനിൽ പാസ് ചെയ്യുന്ന പോയിൻറ്റ് ഒറിജിൻ. സോ അതിനെ ഞാൻ പി എന്ന് കൊടുക്കുന്നു. സെക്കൻഡ് ലൈൻ പാസ് ചെയ്യുന്ന 2 പോയിൻറ്റ്സ് നമുക്കറിയാം. ഒരു പോയിൻറ്റ് ഞാൻ എടുക്കുകയാണ്. 0, 0, 1 എന്ന് ഇഷ്ടമുള്ള പോയിൻറ്റ് എടുക്കാം നിങ്ങൾക്ക്. ഞാൻ 0, 0, 1 എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുന്നു. അതിന് ക്യൂ എന്ന് കൊടുക്കുന്നു. സോ ഫസ്റ്റ് ലൈൻ പാസ് ചെയ്യുന്ന പോയിൻറ്റ് പി എ 0, 0, 0. സെക്കൻഡ് ലൈൻ പാസ് ചെയ്യുന്ന പോയിൻറ്റ് ക്യൂവിനെ 0, 0, 1 എന്ന് എടുക്കുന്നു. ഇനി p - q എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡെഫിനിഷൻ മിനിമം ഡിസ്റ്റൻസ് പറഞ്ഞപ്പോൾ വെക്ടർ കണക്റ്റിംഗ് p ആൻഡ് q. അതിനെ എങ്ങനെ എഴുതുന്നത്? p - q. കറസ്പോണ്ടിങ് കമ്പണൻസ് മൈനസ് ചെയ്യുക. സോ എന്ത് വരും? 0 - 0i, 0 - 0j + 1 - 0k വരും. സോ 0i + 0j + 0k. അല്ലെങ്കിൽ പിയുടെയും ക്യൂവിൻ്റെയും പൊസിഷൻ വെക്ടേഴ്സ് എഴുതുക, p - q കണ്ടുപിടിക്കുക. സോ p - q ഇങ്ങനെ കിട്ടും. സോ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 ലൈൻസ് എന്താണ്? d is equal to മോഡുലസ് ഓഫ് p - q · n ക്യാപ്പ്. സോ p - q എന്ന് പറയുന്ന വെക്ടർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. n ക്യാപ്പ് എന്ന് പറയുന്ന വെക്ടർ. സോ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ്? മോഡുലസ് ഓഫ് എന്ത് വരും? 1/√6. 1/√6 പോസിറ്റീവ് ആണ്. സോ മോഡുലസ് എടുക്കുമ്പോഴും അത് തന്നെ കിട്ടും. സോ ഇവിടെ ഡിസ്റ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ മോഡ് എടുക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ട് വരും. അത്രേ ഉള്ളൂ.